നമ്മളിപ്പോൾ കുറേ നാളായിട്ട് എവിടെയും പോകലില്ല. അപ്പോൾ നമ്മൾ പ്ലാനൊന്നും ചെയ്യാണ്ട് ഒരു സ്ഥലത്തേക്ക് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ അങ്ങ് ഇറങ്ങി. വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇറങ്ങിയിട്ട് അടുത്ത ജില്ലയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം കൂടുതൽ ദൂരമൊന്നും ഇപ്പം രണ്ടാളെയും കൂട്ടിയിട്ട് 2 ദിവസത്തേക്ക് പോകാൻ കഴിയില്ലല്ലോ. അങ്ങനെ കൊല്ലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത് തന്നെ, കൊല്ലത്തിൻ്റെ അടുത്ത് തിരുവനന്തപുരത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് പിന്നെ കൊല്ലത്ത് പോയാൽ പിന്നെ അത്രപാട് ദൂരവും ഇല്ല. രാവിലെ പോയി ഒരു 2 മണിക്കൂർ കൊണ്ട് എത്തുകയും ചെയ്യും. തിരിച്ച് പിറ്റേ ദിവസമാണെങ്കിലും അന്നാണെങ്കിൽ തന്നെ വരണം എന്നുണ്ടെങ്കിൽ വരികയും ചെയ്യാം. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ വിചാരിച്ച് വീഡിയോയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ നാളായി നമ്മൾ വലിയ വീഡിയോസ് ഒന്നും ഇടാത്തത്. ഇനി മുതൽ വലിയ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് വല്ലതും കിട്ടും, വല്ലതും ചെയ്യാമെന്നെല്ലാം വിചാരിച്ച് അങ്ങനെ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്ത്. പോകുന്ന വഴിയിൽ ഒരു കുഞ്ഞി കോട്ട ഉണ്ടായിരുന്നു, അഞ്ചുതെങ്ങ് എന്ന് പറഞ്ഞിട്ടൊരു കോട്ടയുണ്ട്. അപ്പോൾ ആ ഒരു കോട്ടയിൽ നമ്മൾ മുമ്പ് പോയിട്ടുണ്ട്. പക്ഷേ ഭാവി ആയ ശേഷം പോയിട്ടില്ല. നല്ല ഭംഗിയായി കാണാൻ. പോയ സമയം അത്ര നല്ലതല്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിൽ ഉദിച്ച് വരുന്ന സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അവിടെ ഒറ്റ മനുഷ്യരുണ്ടായിട്ടില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, സെക്യൂരിറ്റി ഉണ്ട്. അങ്ങനെ അവിടെ പോയിട്ട് കുറച്ച് നേരം പിള്ളേർ കാണുമ്പോൾ ഗ്രൗണ്ട് പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് നേരം പിള്ളേരെല്ലാം കളിക്കെല്ലാം ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ കൈമിലൊരു ബൂമറാങ് ഉണ്ട്. ബൂമറാങ് അടിച്ച് എറിഞ്ഞിട്ട് തിരിച്ച് കിട്ടുമെന്നെല്ലാം നോക്കുന്നുണ്ട് രണ്ടാളും കൂടിയിട്ട്. അങ്ങനെ ആടന്ന് കളിക്കുന്നുണ്ട്. കളിച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ പോലും അത്ര നിന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആടന്നങ്ങ് ഇറങ്ങുകയെന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി. ഒരു ആനത്താവളമുണ്ട് കൊല്ലത്ത്, അടുത്തേക്കാണ് പോയിനി. ആനത്താവളം എന്ന പേര് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നി. കാരണം ആടെ എത്തപ്പോഴത്തേക്കും ഒറ്റ ആന മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ആനകളും ഉത്സവം കൂടാൻ പോയിട്ടാണ് ഉള്ളതെന്നാണ് പറഞ്ഞിനി, ഉത്സവ സമയം ആയതുകൊണ്ട്. പക്ഷേ കുറേ കുഞ്ഞു കുട്ടികൾ അവിടെ സ്കൂളിൽ നിന്നെല്ലാം വന്നിട്ടുണ്ടായിനെ എല്ലാ ആനേനെല്ലാം കാണാനും. പിന്നെ പക്ഷേങ്കിൽ ആന മാത്രമല്ല ആനത്താവളം എന്ന പേരുണ്ടെങ്കിൽ നല്ല നീറ്റ്, നല്ല വൃത്തിയും വെടിപ്പുള്ള അടിപൊളി സ്ഥലവും. പിന്നെ ഒട്ടകമുണ്ട്, പിന്നെ കുറേ തരത്തിലുള്ള പക്ഷികളുണ്ട്. കോഴി, പിന്നെ താറാവ്, പിന്നെ മുയൽ, പിന്നെ ആടുണ്ട്. അങ്ങനെ കുറേ കാണാനുണ്ട്. ഒരു ഭാഗത്ത് ഫുൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലവും ഉണ്ട്. ഒട്ടകത്തിനെ കണ്ടപ്പോൾ പാവം തോന്നി. കാരണം ഒട്ടകത്തിന് ഇങ്ങനെ കെട്ടിയിട്ടുള്ള അതിന് ഭയങ്കര ക്ഷീണമുള്ളതുപോലെ തോന്നി. ഇവിടെ പിന്നെ സവാരിയുണ്ട്, അതായത് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയിട്ടും പോവുക, ആനേൻ്റെ പുറത്ത് കയറിയിട്ടും പോവുക. നമ്മളൊന്നിൻ്റെയും പുറത്ത് കയറിയിട്ടില്ല. നമുക്കത് എന്താ പറയുക, നമുക്കതൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല, വേണമെന്ന് തോന്നിയിട്ടില്ല. കാരണം പാവല്ലേ, ഇത് നമ്മളെടുത്ത് നടക്കണ്ടേ, വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ അത്. അപ്പോൾ അങ്ങനെ ഒട്ടകത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത്. അവിടെ ക്രിസ്മസിൻ്റെ സമയത്ത് ഡെക്കറേറ്റ് ചെയ്ത സാധനമൊന്നും അയച്ചു വെച്ചിട്ടില്ല. മരെല്ലാം കാണാൻ ക്രിസ്മസിൻ്റെ സമയത്തുള്ളത് പോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തതുപോലെ തന്നെ അവിടെ ഉണ്ടായിനി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനപ്പുറത്ത് ഗ്രൗണ്ട് കണ്ടാൽ പിന്നെ പിള്ളേർക്ക് ആടെയല്ലേ ഫസ്റ്റ് പോകേണ്ടി വരിക. തൊട്ടപ്പുറത്ത് ബേർഡ്സ് പാർക്ക് ഉണ്ട്. അവിടെ പോവാണ്ട് ഗ്രൗണ്ടിൽ പോയി അവിടെ നിന്ന് കളിക്കാൻ തുടങ്ങി. നിറയെ സ്ലൈഡ് ചെയ്യേണ്ട സാധനം നിരങ്ങുന്നതാണ് ഉണ്ടായിനി. അവിടെ നിന്ന് കളിക്കുന്നത് ഞാൻ അവിടെ ഇരിക്കുന്നതിന് കാരണമുണ്ട്. രാവിലെ തന്നെ ഡ്രസ്സ് ഷെൽഫിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും നമ്മളെ സ്വന്തം കൂടപ്പുറപ്പായിട്ടുള്ള തുമ്മൽ വന്നു. തുമ്മി നടുപൊളുക്കി. എൻ്റെ നടു വെട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ എവിടെയെങ്കിലും സീറ്റ് കിട്ടുമ്പോൾ ഇരിക്കുകയെന്ന്, എനിക്ക് നടക്കാനും കഴിയുന്നില്ല. പക്ഷേങ്കിൽ ഇവർ സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിൽക്കണ്ടേ. പിന്നെ ട്രിപ്പ് നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ട് അതും ഇതും എല്ലാം വിചാരിച്ച് നിന്ന് അവസാനം ആ ട്രിപ്പ് അങ്ങ് ക്യാൻസലായാൽ ഭയങ്കര സങ്കടമായിരിക്കും. ഇങ്ങനെയാകുമ്പോൾ ഒരു കുഴപ്പമില്ല. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്നു, പെട്ടെന്ന് ഇറങ്ങുന്നു. ഇങ്ങനെയാകുമ്പോൾ അത് നടക്കുകയും ചെയ്യും. അപ്പോൾ വേദനയൊന്നും വലിയൊരു പ്രശ്നമായിട്ട് എടുക്കാണ്ട് ഞാനും അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ ഒരു ഭാഗത്തേക്ക് പോയപ്പോഴത്തേക്കും നിറയെ ബേർഡ്സുള്ള സ്ഥലം. അവിടെ താറാവുണ്ട്, സ്വാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും ഒട്ടകപ്പക്ഷികളുണ്ടായിനി. പിന്നെ കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളെല്ലാം ഉണ്ടായിനി. എന്തോ ഒരു കുഞ്ഞി പന്നി ഉണ്ടല്ലോ, ഒരു കുഞ്ഞി എന്തോ ഒരു പന്നി എന്ന് പറയുന്നില്ല, എന്താണെന്ന് അതിൻ്റെ പേര്, എന്തോ ഒരു സാധനമുണ്ട്, ആ സാധനമെല്ലാം ഉണ്ട് അതിനവിടെ. എൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. കാണാൻ നല്ല രസമുണ്ട്, നല്ല വൃത്തിയുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചെറിയ പിള്ളേരെല്ലാം കൂട്ടിയിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്. കൊല്ലത്തുള്ള ആൾക്കാർക്കാണെങ്കിലും തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്കാണെങ്കിലും കാണാൻ അത്യാവശ്യം ഇതുപോലെയുണ്ട്. ആനത്താവളം എന്ന് പേരുണ്ടെങ്കിലും ആനയില്ലെങ്കിലും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം കാണുമ്പോഴത്തേക്കും മക്കൾ എന്തായാലും ഹാപ്പി ആയിരിക്കില്ലേ. പിന്നെ കുറച്ചൊക്കെ പോകുമ്പോഴത്തേക്ക് 2 പ്രാവ് ഒരുമിച്ച് ഇരുന്നിട്ട് എന്തെല്ലോ വർത്തമാനം പറയുന്നുണ്ട്. അതിന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു, അവർ പാത്രത്തിൽ കയറിയിരിക്കുന്നത്. പിന്നെ ഒട്ടകപ്പക്ഷി 2-3 ഉണ്ടായിനി. അവരവിടുന്ന് ഡാൻസ് കളിക്കുന്ന കണ്ടിട്ട് എൻ്റെ മോനും ഇപ്പുറത്തുനിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിനി. വലിയ ഒട്ടകപ്പക്ഷി, നല്ല വലിയ നഖവും വലിയ മരമുള്ളത്. അപ്പോൾ അതെല്ലാം കണ്ട് അതിൻ്റെ നഖം കണ്ടപ്പോൾ എനിക്ക് ഡൈനോസറിൻ്റെ നഖമാണ്, ഡൈനോസറിൻ്റെ കാല് പോലെ നമ്മൾ സിനിമയിലെല്ലാം കാണുന്നത് അതുപോലെയാണ് തോന്നിയത്. എന്താണെന്നറിയില്ല, സൂം ചെയ്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതുപോലെ തോന്നി. അങ്ങനെ ആടെന്ന് നമ്മൾ കുറേ വട്ടം കറങ്ങി. പിന്നെ കുറേ ഒരു ഭാഗം തെച്ച ആടായിരുന്നു. ആടെന്നൊന്ന് വാവ നിരങ്ങി വീണ്. അതിൻ്റെ ഒരു കുറച്ച് വിഷമം അവനുണ്ടായിനി. അതെല്ലാം ഒന്ന് വൃത്തിയാക്കി അവനൊന്ന് ശരിയാക്കി എടുത്ത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല.
പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞി തത്ത ഉണ്ടായിരുന്നു. ആ തത്ത നമ്മളെ കണ്ടപാട് ഒച്ചയാക്കാൻ തുടങ്ങി. അത് ഭയങ്കര സൗണ്ടായിരുന്നു. അതുവരെ ഒന്നും മിണ്ടാണ്ട് നടന്ന് പത്തക്ക നിന്നതായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ സൗണ്ടാക്കി. അപ്പോൾ അതിനറിയാം ആൾക്കാർ വരുമ്പോഴത്തേക്കും സൗണ്ടാക്കിയാൽ അവർ നോക്കും, അവരുടെ നിൽക്കുന്നെല്ലാം അറിയുന്ന ഒരു കുഞ്ഞി തത്ത. അത് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ കാപ്പിയും പിന്നെ പിള്ളേർക്ക് പിന്നെ ഐസ്ക്രീമാണല്ലോ മെയിൻ, അവർ ഐസ്ക്രീമും കഴിച്ചു. അതും ആടെ കുറച്ച് നേരം ഇരിക്കേണ്ടി വരുന്നു. ആടെ നമ്മൾ എത്തുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരെല്ലാം അത്യാവശ്യം വന്നിട്ടുണ്ടായിനി. നല്ല കാപ്പിയായിരുന്നു. നല്ല കാപ്പിയും കുടിച്ച് നമ്മൾ അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആന സവാരി നടത്തുന്നുണ്ട്. ആൾക്കാരെ കയറ്റിയിട്ട് അങ്ങനെ പുറത്തുകൂട്ട പോകുന്നുണ്ട്. അങ്ങ് സൈഡിലൂടെ പോകുന്നുണ്ട്, വട്ടം ചുറ്റിയിട്ട് കറങ്ങുന്നുണ്ട്. ആന പതുക്കെ പതുക്കെ നടക്കുന്നുണ്ട്. നല്ല വെയിലും ഉണ്ട് ഈ സമയത്ത്. ആനേൻ്റെ പുറത്തും കയറിയിട്ട് പോകുന്നത് അയ്യോ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. നമ്മൾ പക്ഷേ ഇങ്ങാടി ഇരുന്ന് എന്നിട്ട് കുറച്ച് ചായയെല്ലാം കുടിച്ച് അല്ല കാപ്പിയെല്ലാം കുടിച്ച് വിശ്രമിച്ചു. നല്ല ആശ്വാസമായിരുന്നു ആ സമയത്ത് ചായ കുടിച്ചപ്പോഴത്തേക്കും. നല്ല ഭംഗിയുള്ള ക്യാൻറ്റീനാണെന്ന് തോന്നുന്നില്ല, ഒരു വീട് പോലെയുള്ളൊരു സ്ഥലം, കാണാൻ നല്ല രസമുണ്ടായിനി. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്ന വഴിയിലൊരു എന്താ പറയുക പാമ്പിനെ നമുക്ക് ഇങ്ങനെ പിടിക്കുന്നൊരു സ്ഥലമുണ്ടായിരുന്നു. പാമ്പിനെ നമ്മളെ മേത്തിട്ടിട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കാം. പക്ഷേ നമ്മളവിടെ കയറിയിട്ടില്ല. അവിടെ കുറേ കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നിൽക്കുമ്പോഴത്തേക്ക് അക്വേറിയം ഉണ്ടായിരുന്നു. ഇത് മിസ്സാവുമായിരുന്നു, കാരണം ഇത് നമ്മൾ കണ്ടിട്ടില്ല. അക്വേറിയത്തിൽ ഒരുപാട് മീനൊന്നുമില്ല, എന്നാലും കുറച്ച് മീനെല്ലാം ഉണ്ട്. അതും വലിയ മീനുകളാണ്. വലിയ മീനുകളുള്ളതുണ്ട്, കുഞ്ഞു മീനുകളുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. ആടെയും കയറി. അത് കഴിഞ്ഞിട്ട് അടുത്ത പാർക്ക്, തൊട്ടപ്പുറത്ത് തന്നെ അടുത്ത പാർക്കുണ്ട്, നല്ല ശില്പങ്ങളിലുള്ള പാർക്ക്. അപ്പോൾ ആടെ കയറി ആടന്ന് പിന്നെ പാർക്ക് കണ്ടാൽ പിന്നെ എന്താണെങ്കിലും ഏതാണെങ്കിലും അവർക്ക് അതിൻ്റെ മുകളിൽ കയറണം, അത്രയേ ഉള്ളൂ. അത് മാത്രമല്ല ഇവിടെ ഇരിക്കേണ്ട സാധനമെല്ലാം ആപ്പിളിൻ്റെയും ബത്തക്കേൻ്റെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഷേപ്പിലെല്ലാം മരത്തിനെ കൊണ്ടുള്ളതാണ്. പിന്നെ കുമലുണ്ട്. ഷേപ്പ് ഉണ്ടാക്കി വെച്ച സാധനങ്ങളെല്ലാം ഇല്ലേ, കഴിവ് എന്താ രസം കാണാൻ വേണ്ടിയിട്ട്. അത് കാണുമ്പോൾ നമ്മളെ വീട്ടിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടാക്കി അതൊരു നമുക്ക് കാണുമ്പോൾ അങ്ങനെ ഒരു തോന്നി. പിന്നെ ഊഞ്ഞാലാടിക്കൊണ്ടുവന്ന് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലും കണ്ട് അവിടെ ഒരു സ്റ്റെപ്പ് പോലെ കണ്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ആന പുറത്തേക്ക് കയറേണ്ടത് പോലും. സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറിയിട്ട് ആനേൻ്റെ പുറത്തേക്ക് നേരിട്ട് കയറാം. അങ്ങനെയെല്ലാം അവരവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ടായിനി. പക്ഷേ ഇത് നമുക്ക് ആ ഒരു കാര്യത്തിൽ മാത്രം ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് ഇവരെല്ലാം പുറത്ത് കയറിയിട്ട് ഉപദ്രവിക്കാനായിരിക്കാം താല്പര്യം ഉണ്ടാവും. എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. അവരെല്ലാം അവസ്ഥ എന്താണെന്നല്ലേ, അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. അങ്ങനെ ആയിരിക്കും അവിടുത്തെ ഒരു മെയിൻ ഇൻകം അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പോകുമ്പോൾ എടുക്കാൻ പറ്റാത്ത ഗേറ്റിൻ്റെ മുമ്പിലുള്ള ചിത്രം ഞാൻ തിരിച്ച് ഇറങ്ങുമ്പോൾ എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളെല്ലാം കണ്ടു. എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ കൊല്ലം. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ ബീച്ചിൻ്റെ ഭാഗങ്ങളെല്ലാം ഉണ്ടായിനെ. അത്യാവശ്യം കുറേ നടന്നതുകൊണ്ട് നല്ല വയറ്റിനുള്ളിൽ സരിഗമ പതനിസ പാടുന്നുണ്ടായിന്. വേഗം ഏതെങ്കിലും ഒരു നല്ല ഹോട്ടലിൽ പോകണം, ഭക്ഷണം കഴിക്കണം. മനസ്സിലിങ്ങനെ ബിരിയാണി തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ബിരിയാണി തിന്നണം. ഏതെങ്കിലും ഹോട്ടലിൽ പോയി ബിരിയാണി നല്ലത് കിട്ടണം. ഇതങ്ങനെ കിട്ടി. ഒരു ഹോട്ടലിൽ പോയി അങ്ങനെ ആടന്ന് നല്ലൊരു ബിരിയാണിയും തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.